ന്യൂറാലിങ്ക് ചിപ്പ് പരീക്ഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി കമ്പനി ഉടമ ഇലോൺ മസ്ക്. 3-ാം തവണയും ന്യൂറാലിങ്ക് മനുഷ്യരിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ന്യൂറാലിങ്ക് ഘടിപ്പിച്ചവരെയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് മസ്ക് പറയുന്നു. ഈ വർഷം ചുരുങ്ങിയത് 20 മുതൽ 30 പേരിലെങ്കിലും ചിപ്പ് ഘടിപ്പിക്കുവാനാണ് പദ്ധതിയെന്നും മസ്ക് വ്യക്തമാക്കി. ലാസ് വേഗസിൽ നടന്ന പരിപാടിയിലാണ് മസ്ക് ന്യൂറാലിങ്കിനെ കുറിച്ച് വിശദമായി പറഞ്ഞത്. ഇലോൺ മസ്കിന്റെ ബ്രെയിൻ ടെക്നോളജി സ്റ്റാർട്ടപ്പാണ് ന്യൂറാലിങ്ക്. മനുഷ്യരുടെ തലച്ചോറിൽ ടെലിപ്പതി എന്ന ഉപകരണം ഘടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. രോഗികൾക്ക് അവരുടെ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ നിയന്ത്രിക്കാനാവുമെന്നതാണ് ഉപകരണത്തിന്റെ പ്രത്യേകത. ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളുള്ളവരിലും കൈക്കാലുകൾ തളർന്നു കിടക്കുന്നവരിലുമാണ് നിലവിൽ ന്യൂറാലിങ്ക് ടെലിപ്പതി പരീക്ഷിക്കുന്നത്. തളർവാദ രോഗികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ലളിതമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ് ന്യൂറാലിങ്ക്. ഇലോൺ മസ്കും ഒരു കൂട്ടം എഞ്ചിനീയർമാരും ചേർന്ന് 2016-ലാണ് ന്യൂറാലിങ്ക് സ്ഥാപിച്ചത്. തലയൊട്ടിക്കുള്ളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ബ്രെയിൻ ചിപ്പ് ഇന്റർഫേസും ഇത് നിർമ്മിക്കുന്നുണ്ട്. വികലാംഗരായ രോഗികളെ വീണ്ടും ചലിക്കാനും ആശയവിനിമയം നടത്താനും കാഴ്ച പുനഃസ്ഥാപിക്കാനും ഇത് സഹായിക്കുമെന്ന് പറയുന്നു. ജൂലൈ 2016-ൽ കാലിഫോർണിയയിൽ മെഡിക്കൽ ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തതാണ് ന്യൂറാലിങ്ക് കമ്പനി. ഇതിന്റെ ഫണ്ടിംഗ് മുഴുവൻ മസ്കിന്റേതാണ്. തുടക്കത്തിൽ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് പോലെയുള്ള കടുത്ത പ്രശ്നം തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നവരെ സഹായിക്കുകയെന്ന ഉദ്ദേശമായിരുന്നു ഇതിനുള്ളത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്ന് ഇതെന്നാണ് വിലയിരുത്തൽ. 2030 മുമ്പ് 22,000 പേരിൽ ന്യൂറാലിങ്ക് പരീക്ഷണം നടത്തുമെന്നാണ് മസ്കിന്റെ ജീവചരിത്രകാരന്മാരിൽ ഒരാളായ ആഷ്ലി വാൻസിന്റെ വിലയിരുത്തൽ.